സ്കോർപിയോ ഞാൻ കാണുന്നത് ജൂലൈ ഒരു ഹോപ്പ്ഫുൾ മന്താണ്. നിങ്ങളുടെ പാസ്റ്റിലും ഞാൻ എനർജി കണ്ടത് എന്താ വെച്ചാൽ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, കുറേ വിഷമം നിങ്ങൾ ഫേസ് ചെയ്തു, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ ജൂലൈ അങ്ങനെയല്ല. ജൂലൈ ഒരു നല്ല പോസിറ്റീവ് തരത്തിലാണ് മുമ്പോട്ടേക്ക് പോണത്. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ എന്താണ് ഈ നല്ല ചേഞ്ച് വരണമെന്ന്, എന്താ ഈ പോസിറ്റീവ് ചേഞ്ച് വരാൻ പോണെന്ന് നമ്മൾക്ക് നോക്കാം. ആൻഡ് എന്താണ് മെസ്സേജ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോണെന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപിയോ, നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ജൂലൈയുടെ ചാരിയറ്റ്. അപ്പോൾ സ്കോർപിയോ, ഇത് നിങ്ങളുടെ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് കൂടിയാണ്. എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട്, പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ സ്കോർപിയോ, എന്താണ് മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്കോർപിയോ, ഇവിടെ കാണുന്നത് ചാരിയറ്റ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കണു. ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട് ഈ മാസം, ട്രാവൽ ഉണ്ടാവും, എല്ലാം കാര്യങ്ങളും മുമ്പോട്ടേക്കാണ് പോണത്, സ്പീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിലേ ഇല്ല വെച്ചാൽ ബ്ലോക്ക് ഒന്നും കാണാനില്ല. സക്സസ് ഉണ്ടാവും എല്ലാത്തിലും. ഓക്കെ, അപ്പോൾ നമ്മൾക്കിത് എന്താണെന്ന് നോക്കാം. ചാരിയറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ കാർഡ് കാണുന്നത് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജി കാണാണ്ട്. അപ്പോൾ മേ ബി ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ചൊരു എനർജി ലോ ആണ്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. ഫിസിക്കലി നിങ്ങൾക്ക് അത്ര ഒരു എനർജി ഉണ്ടാവില്ല ഈ മാസം. ഓക്കെ, ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ശക്തിയില്ല, എനർജി ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യണതെന്ന് അതൊന്ന് ചെക്ക് ചെയ്യുക. അതല്ലാണ്ട് ഇമോഷണലിയും നിങ്ങൾ അങ്ങനെ ഒരു എക്സൈറ്റഡ് ആയിട്ട് കാണില്ല. ഓക്കെ, എന്താണ് കാരണം എന്ന് മനസ്സിലാവണില്ല. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് കുറച്ചൊരു ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചാലഞ്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യണു നിങ്ങൾ. ചില ചാലഞ്ചസ് ഉണ്ടാവാം, നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഈ സ്ട്രെങ്ത് എനർജി, എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്ത് കാണുന്നത്. ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ ഇതിൻ്റെ മുമ്പേ മേ ബി കാര്യങ്ങൾ അത്ര ഓക്കെ ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കും. എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ കണക്ഷനിൽ എന്തെങ്കിലും ആയിരിക്കും. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ലാത്ത മാതിരി പറഞ്ഞാൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോയാലും നിങ്ങൾ അങ്ങനെ ഹാപ്പി അല്ല. എന്താ വെച്ചാൽ പാസ്റ്റിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവായി ഫീൽ ചെയ്യണില്ല. പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷേ അത് ഉണ്ടായിട്ടും എവിടെയോ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇത് മുമ്പേയും എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ അപ്പോൾ ഒന്നും നടന്നില്ല, അതുകൊണ്ട് ഇപ്പോഴും ചിലപ്പോൾ ഇത് നടക്കില്ല. അങ്ങനെ ഒരു കുറച്ചൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റി ആയിരിക്കാം. ഓക്കെ, പിന്നെ അതല്ലാണ്ട് നിങ്ങൾ ഒത്തിരി ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടും അങ്ങനെ നിങ്ങൾ അത്ര ഒരു എക്സൈറ്റഡ് ആയി കാണില്ല. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ പാസ്റ്റിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, കുറേ സ്ലോ മൂവിങ് എനർജി. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ സാധിക്കാൻ നിങ്ങൾക്ക് കുറേ സമയം എടുത്തു. ഇവിടെ ഒരു പാസ്റ്റിൻ്റെ പേഴ്സണും കാണാണ്ട്. പക്ഷേ പാസ്റ്റിലും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടൊന്നും 8 ഓഫ് സോർട്സ് നെഗറ്റീവ് പറയുമ്പോഴേക്കും ഒരു കാർഡ് വന്നു. ഓക്കെ, അപ്പോൾ
കാര്യങ്ങൾ സ്ലോ ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ. അപ്പം നിങ്ങൾ കുറേ ഒരു സ്റ്റാഗ്നൻ്റ് ആയിരുന്നു സ്റ്റാഗ്നൻസി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോവാൻ പറ്റില്ല എന്നൊരു ഫീലിംഗ് വരാൻ തുടങ്ങി. ആം, അതിപ്പോൾ റിലേഷൻഷിപ്പിലാവാം, ജോലിയുടെ കാര്യത്തിലാവാം. നിങ്ങളെല്ലാം എല്ലാം തരത്തിൽ അതിനെ ശരിയാക്കാൻ നോക്കി, പക്ഷെ അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മാസം കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോഴും നിങ്ങൾക്കത് ഒരു പേടി, അത് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് വർക്കൗട്ട് ആവില്ല വെച്ചാൽ എന്താവും, ആദ്യം ഞാൻ ആ സെയിം സിറ്റുവേഷനിലേക്കാണ് പോവാൻ പോണത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഹോപ്പ് തന്നെ വെക്കുന്നില്ല. എന്തോ ഒരു ഡെഫിനറ്റ്ലി ഒരു സിറ്റുവേഷൻ കുറേ ഡിഫിക്കൾട്ട് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് നിങ്ങളുടെ മാരേജിൻ്റെ കാര്യത്തിലാണ്. മാരേജ് സിറ്റുവേഷനിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതല്ലച്ച ചിലവരിപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ആ ലീഗൽ സിറ്റുവേഷൻ, ഡിവോഴ്സ് അല്ലച്ച ഏതും വേണമെച്ചാൽ ഒരു ലീഗൽ സിറ്റുവേഷൻ, അതിലെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ലീഗൽ കേസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ ലേറ്റായി, സ്റ്റക്കായി പോയി. എന്തായാലും ഫ്യൂച്ചറിൽ ഹൈറോഫാണ്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് ഗൈഡൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ഫൈനലി എൻഡ് ആവണു. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ഭാരം, ആ ഒരു കുറേ ഒരു പ്രഷർ നിങ്ങൾ ഫീൽ ചെയ്യണത്, അതൊക്കെ ഞാൻ കാണുന്നത് ഇപ്പോൾ വേഗം തീരാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഇത് കാണുന്നത്. റിലേഷൻഷിപ്പ് അല്ലച്ച ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ ഞാനൊരു പ്രഷർ മാതിരി ഒരു എന്തോ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി. പക്ഷെ അതിപ്പോൾ വേഗം തീരാൻ പോകുന്നുണ്ട്. ഫ്യൂച്ചർ കാർഡിൽ ഓൾറെഡി ഇത് കാണാണ്ട്. അപ്പോൾ ജൂലൈ അല്ലച്ചാൽ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഹോപ്പ് ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് നിങ്ങൾ ഫേസ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് ഹോപ്പില്ല. നിങ്ങൾക്ക് ഒരു പേടി, ഹോപ്പ് വെച്ചാൽ അപ്പോൾ അത് ഡിസപ്പോയിൻറ്റഡ് ആവുമോ എന്നൊരു പേടി. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു ഹാപ്പി ഔട്ട്കമാണ് വേണ്ടത്, പക്ഷേ അത് പ്രതീക്ഷിക്കാൻ പേടി, അത് ഹോപ്പ് ചെയ്യാൻ പേടി. എംപറർ എനർജിയാണ് അഡ്വൈസ് ഇവിടെ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് കാര്യങ്ങൾ ശരിയാക്കാനാണ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ കൺട്രോൾ നിങ്ങൾ ലൂസ് ചെയ്ത മാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയണത് കുറച്ചുകൂടി ഒരു സ്ട്രക്ചർ, ഒരു ഡിസിപ്ലിൻഡ് വേയിൽ കാര്യങ്ങൾ നടപ്പിക്കാനാണ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവും എല്ലാം. ഞാൻ കാണുന്നത് ഇവിടെ കുറച്ച് വെയിറ്റ് ചെയ്താൽ എന്തോ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കുറേ കൺഫ്യൂഷനും ഉണ്ട് മനസ്സിൽ. എന്താ വെച്ചാൽ എന്താ വേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയണത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇൻഫർമേഷൻ എടുക്കാനാണ് പറയണേ. എന്തെങ്കിലും ഷുവർ അല്ല വെച്ചാൽ റീസേർച്ച് ചെയ്യാനാണ് പറയണേ. ആൾക്കാരോട് ചോദിക്കാനാണ് പറയണത്. എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ആ ഇൻഫർമേഷൻ നിങ്ങളെ കുറേ ഹെൽപ്പ് ചെയ്യാൻ പോകും. ഓക്കെ, അത് കുറേ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ഫ്യൂച്ചറിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ അഡ്വൈസ് തരണേ. 6 ഓഫ് സോർഡ്സ് ഇവിടെ നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഫേസിലാണ്, നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. ഞാൻ കാണുന്നത് കുറച്ചൊരു ഇംബാലൻസ് ഉണ്ടാവാം, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ വേഗം മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങും. നിങ്ങൾക്ക് കുറേ ക്ലിയർ ആയിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ ആദ്യം ഒരു ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഔട്ട്കം നിങ്ങളുടെ ക്വീൻ ഓഫ് വോൺസ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എന്തോ ഒരു നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. എന്തോ ഒരു ബിട്രേഡ് മാതിരി ഒരു ഫീലിംഗ്, ആരോ എന്നെ ചതിച്ചു എന്ന് പോലെ ഒരു ഫീലിംഗ്. പക്ഷേ ഇതിന്ന് നിങ്ങൾ പോസിറ്റീവ് തരത്തിലാണ് പുറത്തു വരിക. കോൺഫിഡൻസ് വെക്കുക. ഓക്കെ, എല്ലാം ശരിയാവും. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയണേ. വേൾഡ് എന്തോ തീരാൻ പോകുന്നുണ്ട്, എന്തോ ഒരു സിറ്റുവേഷൻ ക്ലോസ് ആവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ കോൺഫിഡൻ്റ്ലി മുമ്പോട്ടേക്ക് പോവുക, എല്ലാം ശരിയാവും.
അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ ലവ്, ട്രാവൽ, ഹ്യൂമർ, വൈറ്റാലിറ്റി. ഗ്രീൻ കളർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പോസിറ്റിവിറ്റി കൊണ്ടുവരും. പിന്നെ ഇവിടെ ഗോഡസ്, സൈക്കിക്, സീക്രട്ട്, പ്രൗഡ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസിൻ്റെ കുറവൊന്നുമില്ല, എല്ലാം ശരിയാവും. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ്ലി മുമ്പോട്ടേക്ക് പോവുക. നിങ്ങളുടെ ലൈഫ് നല്ല പോലെ ഞാൻ കാണുന്നത് കുറേ ഒരു നല്ല പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യുക. എല്ലാം യുനോ ഒരു പോസിറ്റീവ് തരത്തിൽ തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല മെസ്സേജസ് ആണ് വന്നിരിക്കണേ. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം, ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.